നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് വരുന്നത് ഒരുപാട് ടെൻഷൻ കൂടെ ആയിരിക്കും ജീവിതത്തിൽ. കാരണം ഓഫീസ് കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനായിരിക്കും പലപ്പോഴും. മീറ്റിങ്ങുകൾ, ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാവും ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട്. പക്ഷെ രാവിലെ ഉറക്കം വേണമെന്നാൾ ചിലപ്പം മനസ്സിങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഒരു ശാന്തത കിട്ടാത്ത പോലെ. പ്രാർത്ഥിക്കാൻ 10-15 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷെ അത് ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ടാകും. പക്ഷെ ഒരു വല്ലാത്ത ഒരു വറിയുടെ ഒരു അവസ്ഥ. നമുക്ക് പലപ്പോഴും നമ്മൾ ജോലിയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തിരക്കുകളുണ്ടാകാം. പലർക്കും ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ പലരും ഇങ്ങനെ. പക്ഷെ അതുകൊണ്ട് രാവിലെ ചിലപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാം ദൈവത്തോട് സമർപ്പിച്ച് കിട്ടുന്ന എവിടെ നിന്നോ അറിയാതെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ടെൻഷൻ, പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല, അന്നത്തെ ദിവസം തുടങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ആ പ്രശ്നങ്ങളുടെ മുമ്പിലെല്ലാം പെട്ടെന്ന് നമുക്ക് വീണ് കിട്ടുന്ന ഒരു കാംനെസ്, ഒരു സമാധാനത്തിൻ്റെ അനുഭവം എനിക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ വറി, ഭാരപ്പെടലുകളെല്ലാം യാഥാർത്ഥ്യമായ പ്രശ്നങ്ങൾ കൊണ്ടാകാം. പക്ഷേ അതിനൊരു പരിഹാരം 4-6-7 വരെ വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ജയിക്കുക വേണ്ടത്. വാക്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത വാക്യം ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ചോദിക്കുന്നതെല്ലാം കിട്ടുമെന്നോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചത് അത് വായിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നുവെങ്കിലും നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു പരിഹാരമായി സ്വിച്ചിട്ട പോലുള്ളൊരു സൊല്യൂഷൻ ആവില്ല ചിലപ്പോൾ ദൈവത്തിന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് ആ സകല ബുദ്ധിയും ദൈവസമാധാനം. ആ സമാധാനം കൊണ്ട്, ആ മനസ്സിൻ്റെ ശാന്തത കൊണ്ട് നമുക്ക് ദൈവത്തോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഒരു പക്ഷേ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ, ഭാരങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ഞാനും എൻ്റെ യേശുവും കൂടി ചേർന്നാൽ പരിഹരിക്കാത്തൊരു പ്രശ്നവും ഈ ലോകത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ്. ഇത് നിങ്ങൾ പ്രശ്നങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇത് വലിയ ബലപ്പെടുത്തുന്ന, ശക്തി തരുന്ന, ആത്മവിശ്വാസം തരുന്നൊരു ഒരു തിരിച്ചറിവാണത്. ദൈവമായ കർത്താവ് ഇതിന് കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കട്ടെ. അടുത്തിടെ ജോയൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന വലിയൊരു സുവിശേഷകൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അത് ഷെയർ ചെയ്യേണ്ട അടുത്ത ദിവസങ്ങളിൽ. അദ്ദേഹം പറയുന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ നോക്കാതെ ക്രിസ്തുവിനെ നോക്കുക. പ്രശ്നങ്ങളിൽ നോക്കിയാൽ അത് വളർന്ന് വലുന്ന് നമ്മളെ ആകമാനം മൂടുന്ന പോലെ ആവുന്നു. പക്ഷെ ദൈവത്തെ നോക്കിയാൽ, ക്രിസ്തുവിനെ നോക്കിയാൽ നമ്മുടെ പരിഹാരം കാണാനുള്ള വഴി അവിടുന്ന് നമുക്ക് കാണിച്ചു തരുമെന്നുള്ളൊരു പോസ്റ്റ് അദ്ദേഹം ഇവിടെ ഉണ്ടായി. അപ്പോൾ ദൈവത്തെ ആശ്രയിച്ച് നമ്മുടെ പ്രശ്നങ്ങളെക്കാളധികം ദൈവത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ ആ ദൈവത്തോട് നമുക്ക് സമാധാനം, പരിഹാരങ്ങൾ വലുതാണ്. ഈ ചിന്തയോടെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് കൂടി നമ്മൾ സഹായിക്കട്ടെ. അതിൻ്റെ കൃപ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ കിടക്കാം.